കക്കുകളിക്ക് ശേഷം വീണ്ടും ക്രൈസ്തവ അവഹേളനവുമായി ഫ്രാൻസിസ് നൊറോണ. കയ്യിൽ ആണിപ്പാടുകൾ, ചുവന്ന വസ്ത്രം, അരപ്പട്ടയുടെ അരികിൽ കൊന്ത. പറയുമ്പോൾ ഈശോയുടെ രൂപമാണ് ഓർമ്മയിലേക്ക് വരുന്നതെങ്കിലും ഒരു വ്യത്യാസമുണ്ട്. ആണിപ്പഴുതുള്ള കൈകളിൽ പിടിച്ചിരിക്കുന്നത് കെട്ടുകണക്കിന് പണമാണ്. സംഭവം ഇതെന്താണെന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് വ്യക്തമാക്കി പറയാം. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഫ്രാൻസിസ് നൊറോണയുടെ മുടിയറകൾ എന്ന പുസ്തകത്തിന്റെ കവർ പേജാണ് ഇത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രിസ്തുവിനെയും ക്രിസ്തീയ വിശ്വാസത്തെയും അവഹേളിക്കുന്ന ശൈലിയാണ് നൊറോണ ഇവിടെ എടുത്തിരിക്കുന്നത്. തുടർച്ചയായി ക്രിസ്തീയ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിൽ കലാസൃഷ്ടികൾ നിർമ്മിക്കുന്നവർ അറിയേണ്ടത് നവകേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഒരു സമുദായത്തിന്റെ വിശ്വാസത്തെയാണ് ഇങ്ങനെ പൊതുസമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്നത് എന്നാണ്. അതേസമയം DC ബുക്സ് പ്രസിദ്ധീകരിച്ച നൊറോണയുടെ പുതിയ നോവലിന്റെ മുഖച്ചട്ടയ്ക്കെതിരെ ആലപ്പുഴ രൂപതയിലെ വൈദികൻ അലക്സ് കൊച്ചിക്കാരൻ വീട്ടിൽ രംഗത്തെത്തിയിരുന്നു. ഫ്രാൻസിസ് നൊറോണ എന്തിനാണ് ക്രിസ്തീയതയും ക്രൈസ്തവ സഭാ സംവിധാനങ്ങളെയും ഇത്ര കണ്ട് ഇകഴ്ത്തിയും വക്രീകരിച്ചും നിന്ദിച്ചും എഴുതുന്നത് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മറ്റു മതങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളെയും സംവിധാനങ്ങളെയും അവഹേളിച്ചെഴുതാനാകുമോ എന്നും അത്തരം രചന എഴുതി നോക്കിയാലറിയാം പുകിലെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. മുടിയറകളുടെ കവർ പിൻവലിക്കുക എന്ന തലക്കെട്ടോടുകൂടിയാണ് അദ്ദേഹം തന്റെ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ തന്റെ നോവലിന്റെ മുഖച്ചട്ട ക്രിസ്തുവിനെയോ ദൈവങ്ങളെയോ നിന്ദിക്കുന്നതല്ല എന്നും മുഖചിത്രത്തിൽ കറൻസി പിടിച്ചു നിൽക്കുന്നയാൾ ക്രിസ്തുവല്ലെന്നും നൊറോണ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് മാസ്റ്റർ പീസ് എന്ന നോവൽ എഴുതിയും ഇയാൾ വിവാദത്തിൽപ്പെടുകയും സർക്കാർ ജോലി ഉപേക്ഷിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. വിരമിക്കുവാൻ 3 വർഷം കൂടി ബാക്കിയുള്ളപ്പോഴാണ് ആലപ്പുഴ കുടുംബക്കോടതിയിലെ സീനിയർ ക്ലർക്കായ നൊറോണ ജുഡീഷ്യൽ സർവീസിലെ ജോലിയിൽ നിന്ന് 2023 മാർച്ച് 31 സ്വയം വിരമിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മറ്റു മതങ്ങളുടെ മേൽ കുതിര കയറാൻ വരുന്നവർ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ അധിക്ഷേപിക്കുന്നത് തന്നെ കുരിശിലേറ്റിയവരോട് പോലും ക്ഷമിച്ച കർത്താവിനെയാണ്. അവന്റെ പേരിൽ ഇന്ന് അനേകം വൈദികരും സന്യസ്തരും അനാഥർക്കും വിധവകൾക്കും പീഡിപ്പിക്കപ്പെടുന്നവർക്കു വേണ്ടിയും തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചിട്ടുണ്ട്. കുഷ്ഠരോഗിയെ ചേർത്തു പിടിച്ച മദർ തെരേസയും ഫാദർ ഡാമിയനെയും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എണ്ണമറ്റ സംഭാവനകൾ നൽകിയ കുര്യാക്കോസ് ഏലിയാസച്ചനെയും നിങ്ങൾ മറന്നുപോയോ? അതോ ഇതൊക്കെ നുണക്കഥകൾ മാത്രമാണെന്ന് ചരിത്രം മാറ്റിയെഴുതി തെളിയിക്കാനാണോ നിങ്ങളുടെ ശ്രമം? ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതാണോ ഈ നിലപാടുകൾ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അവസാനിപ്പിക്കണം. തന്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതോ വ്രണപ്പെടുത്തുന്നതോ ആകാതിരിക്കട്ടെ.